ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു എയർബിഎൻബിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓക്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഓൺടാരിയോയിൽ. അപ്പോൾ ഇവിടെ ഞാൻ ബുക്ക് ചെയ്ത എയർബിഎൻബിയിൽ ഒരു ഹോട്ട് ടബ് ഉണ്ട് പുറത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഹോട്ട് ടബിൽ ഒന്ന് പോയി ചാടിയാലോ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഹോട്ട് ടബ് പുറത്താണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ എനിക്ക് പോകണം, എന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കണ്ടാൽ അറിയാം, നല്ല പോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് -3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫീൽസ് ലൈക്ക് -6 -8 ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഹോട്ട് ടബിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് തണുക്കില്ലേന്ന്. ശരി, തണുക്കും. കാരണം ഇവിടുന്ന് ഇവിടം വരെ തണുക്കും. ബാക്കിയുള്ള പോർഷൻ വെള്ളത്തിൽ സബ്മേർജ് ചെയ്തിരിക്കുന്ന കാരണം അത്രയ്ക്ക് തണുക്കില്ല. പിന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ നമുക്ക് മഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇവിടെ ഹോട്ട് ടബ് ഉണ്ട്, ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹോട്ട് ടബ് നമുക്കറിയാം വീടിൻ്റെ തൊട്ട് ബാക്കിലാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിൽ കയറും എന്നറിയാവുന്നത് കൊണ്ടും കൂടിയാണ് ഹോട്ട് ടബിൽ പോയിരിക്കുന്നത്. അല്ലാണ്ട് കുറേ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എപ്പോഴും സ്നോയുടെ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ബോഡി എപ്പോഴാണ് നമുക്ക് വാം ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്താൽ മതി. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ റോബ് ഇട്ടിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത്. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഡെഫിനറ്റായിട്ടും തണുക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ കയറണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So, what do you think about me going outside in the snow, in the hot tub? I think it's dumb. I think it's going to be really cold. Yeah, I think it's going to be cold too, but then I thought, why not, right? For the gram. I don't think it's just for the gram. I think it's for the experience too. Like, I have never been outside. Okay. Then put your camera down and go do it and tell me how it was. Since I'm doing it, why not record it, right? ഹായ് ഗായ്സ്, ഞാൻ പുറത്ത് പോകാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്വിം വെയർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൊക്കത്ത് ഒരു ബാത്ത് റോബ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാലിൽ ക്രോക്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ ആദ്യത്തെ പൊക്കത്തെ ലെയർ ഹോട്ട് ടബിന് ഞാൻ എടുത്ത് മാറ്റി. ഇനി 2 ലെയർ സാധനം കൂടെ എടുത്ത് മാറ്റാനുണ്ട്. അത് കഴിഞ്ഞ് ഒരു കസേരയും കൂടെ വലിച്ച് സൈഡിലോട്ട് എടുത്തിട്ട്, സോ ദാറ്റ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. എനിക്കിതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ മഞ്ഞത്ത് പുറത്ത് വാം ആയിട്ട് ഇരുന്നിട്ടില്ല. നമ്മൾ ഒരു ഫയറൊക്കെ വയ്ക്കുവാണെങ്കിൽ അങ്ങനെയാണ്, അല്ലാണ്ട് ഹോട്ട് ടബിൽ മാത്രമല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഇറങ്ങിയപ്പോഴത്തേക്കും ആര്യന് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അധികം നേരം നിന്നില്ല. അപ്പോൾ ഇന്ന് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, കണ്ടറിയാം. ക്രോക്സിൻ്റെ ഉള്ളിൽ മഞ്ഞ് കയറി. ഓക്കെ, സോ ബാത്ത് ടബ് നമ്മളിപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ ഇറങ്ങാനായിട്ട് പോവാണ് ഇനി. അത്രയ്ക്ക് തണുപ്പില്ല ഗൈസ്. ഞാൻ അയ്യോ എന്ന് പറയുമൊന്നുമല്ല, കുഴപ്പമില്ല, സഹിക്കാവുന്ന ടെമ്പറേച്ചറേ ഉള്ളൂ. ഇനി ഷൂസ് ഊരട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും ചൂടായാൽ മതിയായിരുന്നു. ഇത് നല്ല സുഖമുണ്ട് ഗൈസ്. നല്ല ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. പുറത്ത് നല്ല രീതിയിലുള്ള മഞ്ഞും കണ്ട, നല്ല രസമില്ലേ? എന്തൊരു സുഖം. ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിക്ക് അവിടെ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു 2-3 ഷോട്ട് വേണമെന്ന്. ദിസ് ഇസ് ഫൺ. അവൻ എന്നെ കളിയാക്കി വിട്ടതാ. ബട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിലും വിചാരിച്ചില്ലായിരുന്നു എനിക്ക് മഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇതൊക്കെയല്ലേ ഒരു രസം. കുറച്ച് ടഫായാലും അല്ലേ, കുറച്ച് മഞ്ഞ് ലൈക്ക് നമ്മുടെ മുഖത്തേട്ട് അടിക്കുന്നുണ്ട്. അത് മാത്രം ഒരു ഇത്തിരി ഇതുള്ളൂ. പിന്നെ ഈ ഗിംബൽ പിടിച്ചുകൊണ്ടിരിക്കണ കാരണം ഒരു കൈ വെള്ളത്തിന് പൊക്കത്താ, കണ്ടോ? ഇതാണ്.
ഈ ഗിംബൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണമായിരുന്നു. നോക്കട്ടെ. സോ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഇപ്പോഴത്തെ ബാക്ക് യാർഡ്. ഇവിടെ ചെറിയൊരു ഫയർ സെറ്റപ്പൊക്കെ ഉണ്ട്. സി, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സർഫസ് കണ്ടാൽ അറിയാം, മറ്റേ മഞ്ഞ് മുകളിൽ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് ഇങ്ങനെ പുകയുണ്ട്. കണ്ടോ, അവിടെ ഒരു ഫയർ എൻജിൻ പോകുന്നു, എന്താണെന്നറിയില്ല. ഫ്ലോട്ട് ചെയ്ത് കിടക്കായിരുന്നു. ഞാനിനി പുറത്തിറങ്ങാൻ പോവാണ്. ഞാനൊരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിലിരുന്ന് ഇപ്പോൾ അകത്ത് പോകണത് ലൈക്ക് പോണതിന് മുന്നേ ഇതൊക്കെ എടുത്ത് തിരിച്ചിടണം. അപ്പോഴത്തേക്കും ഒരു അതും ഞാൻ ആലോചിക്കണത് അകത്ത് പോയിട്ട് കോട്ട് ഇട്ടിട്ട് വന്നിട്ട് ഇത് ചെയ്യണമെന്നാണ്. കാരണം എൻ്റെ മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഞാനിത് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. കാരണം വെറുതെ അല്ലെങ്കിൽ പിന്നെയും ഞാൻ പുറത്തിറങ്ങി വരേണ്ടി വരും. പിന്നെ ഇത് ഓപ്പണായിട്ട് കിടക്കണ്ടേ. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തണുപ്പ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഞാൻ അകത്ത് പോയിട്ട് തിരിച്ച് വരുന്നുള്ളൂ. ഇത് മൊത്തം നനഞ്ഞ് റോബ് മൊത്തം തണുപ്പായി. റോബ് ആക്ച്വലി ഇട്ടിട്ടും വലിയ ഗുണം ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പോയി ജാക്കറ്റ് ഇട്ടിട്ട് വന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ, ഇത് എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കാനഡയിൽ വന്നിട്ട് 6 വർഷമായല്ലോ. ചിലപ്പോൾ നാളെ പനിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ദിസ് ഈസ് ഫൈൻ. അമ്മ, ആദ്യമേ തലയൊക്കെ തോർത്തണം. It was fun. What was the temperature? Still 91? No, 99. So it's a little bit warmer than yesterday? Yeah, and I had a lot of fun. I could have stayed more, but my head was like getting wet, see, from the snow. I didn't dip my head, yeah, so that's why I came in. I just have to change and go and like put them back, you know. ടബ് ഞാൻ മൂടി ഗൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല മാജിക്കൽ മൂമെൻ്റ് ആയിരുന്നു. കുറേ നാളായിട്ട് എനിക്ക് ഇങ്ങനത്തെ മൂമെൻറ്റ്സ് ലൈക്ക് കുറേ മിസ്സിങ് ആയിരുന്നു. സോ ഐ എം ഹാപ്പി ദാറ്റ് ഐ ഹാഡ് ദാറ്റ് ടൈം. ആകെ ഞാൻ കയറി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി നനഞ്ഞു കഴിഞ്ഞിട്ട് മുടി ഫ്രീസ് ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഞാൻ കയറി പോകുന്നത്. അപ്പോൾ നിങ്ങളും കാനഡയിലൊക്കെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഹോട്ട് ടബിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യുക. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. സ്പെഷ്യലി ഇങ്ങനെ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇഫ് യു ലൈക്ക് റെയിൻ ആൻഡ് സ്നോ ആൻഡ് ഓൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ബൈ.